കേരള രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും ഒരുപോലെ പിടിച്ചുലച്ച മാസപ്പടി വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ വെച്ച് വീണ വിജയനെ 8 മണിക്കൂറിലധികം നീണ്ട കടുത്ത ചോദ്യം ചെയ്യലിന് വിധേയാക്കിയതോടെയാണ് ഈ കേസിന്റെ നിയമപരമായ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് പുറം ലോകം തിരിച്ചറിയുന്നത്. ചോദ്യം ചെയ്യലിൽ പ്രധാനമായും ഉയർന്നുവന്നത് വീണയുടെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളെയും അവയിലെ പണമിടപാടുകളെയും കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഈ നിർണായക ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായ തൃപ്തികരമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇത് വരും ദിവസങ്ങളിൽ വീണയ്ക്കും ഒപ്പം സംസ്ഥാന ഭരണ നേതൃത്വത്തിനും വലിയ രീതിയിലുള്ള നിയമരാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് വഴി തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചോദ്യം ചെയ്യലിലുടനീളം തനിക്ക് നിലവിൽ വിദേശത്ത് യാതൊരുവിധ ബാങ്ക് അക്കൗണ്ടുകളും ഇല്ലെന്ന വാദമാണ് വീണ വിജയൻ ഉയർത്തിയത്. എന്നാൽ മുൻപ് അബുദാബിയിലുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്തതിന്റെ കാരണവും അതിലേക്ക് വന്നിരുന്ന പണത്തിന്റെ യഥാർത്ഥ സ്രോതസ്സ് വ്യക്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വീണയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ അബുദാബി അക്കൗണ്ടുകൾ മുൻപ് തന്നെ ക്ലോസ് ചെയ്യപ്പെടുകയും അതിലെ വിവരങ്ങൾ മുഴുവൻ ബാങ്കുകൾ തന്നെ അവരുടെ പ്രധാന ഡേറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തതായാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒരു സാമ്പത്തിക അന്വേഷണം നടക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന അക്കൗണ്ടുകളിലെ സുപ്രധാന വിവരങ്ങൾ ലഭ്യമാക്കാത്തത് കേന്ദ്ര ഏജൻസികളിൽ വലിയ സംശയങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ട്. വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ ഈ നിർണായക വിവരങ്ങൾ മറച്ചുവെക്കാനോ അതല്ലെങ്കിൽ മനഃപൂർവ്വം ഇല്ലാതാക്കാനോ ശ്രമിച്ചെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയാൽ അത് കേസിൽ വീണയ്ക്ക് കടുത്ത നിയമക്കുരുക്കായി മാറാനാണ് സാധ്യതയെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു.